നമസ്കാരം. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISRO ചരിത്ര നിമിഷം പിന്നിട്ടിരിക്കുകയാണ്. GSLV F-15 റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുള്ള ISROയുടെ 100ാം ബഹിരാകാശ ദൗത്യ നിർവഹണമാണ് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നത്. നാവിഗേഷൻ ഉപഗ്രഹമായ NVS-02 ആണ് GSLV F-15 വിക്ഷേപണ വാഹനം വഴി ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ NVS-02 ഉപഗ്രഹത്തെ ജിയോ സിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റ് അഥവാ GTO-യിലേക്ക് വിക്ഷേപിക്കാനുള്ള ISROയുടെ ദൗത്യമാണ് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ ബഹിരാകാശ പരിവേഷണത്തിലും ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലും അസാമാന്യ കഴിവുകൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന ISROയുടെ കർമ്മവീതിയിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ നേട്ടം. ജിയോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ അഥവാ GSLVയുടെ 17ാമത്തെ വിക്ഷേപണമാണിത്. അതുപോലെ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച ക്രയോജനിക് സ്റ്റേജിന്റെ 11ാമത്തെ വിക്ഷേപണവും ഈ പുതിയ ബഹിരാകാശ ദൗത്യം അടയാളപ്പെടുത്തുന്നു. കൃത്യമായ സ്ഥാനവും വേഗതയും സമയവും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ തദ്ദേശീയ പ്രാദേശിക നാവിഗേഷൻ സാറ്റലൈറ്റ് സംവിധാനമാണ് NAVIC. ഈ ഉപഗ്രഹ സംവിധാനത്തിന്റെ പരിധി ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യൻ ഭൂപ്രദേശത്തിനപ്പുറമുള്ള ഏകദേശം 1500 കിലോമീറ്റർ വ്യാപിക്കുന്നതാണ്. കൃത്യമായ സമയം കണക്കാക്കുന്നതിനായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആറ്റോമിക് ക്ലോക്കുകളുടെ സംയോജനമാണ് NAVIC ഉപഗ്രഹ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2023 മെയ് 29 വിക്ഷേപിച്ച ആദ്യ 2ാം തലമുറ ഉപഗ്രഹമാണ് NVS-01. ISROയുടെ മുൻ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് NVS പരമ്പര നിർമ്മിക്കുന്നത്. UR സാറ്റലൈറ്റ് സെന്ററിലാണ് പുതുതായി വിക്ഷേപിച്ചിരിക്കുന്ന NVS-02 വികസിപ്പിച്ചെടുത്തത്. ബഹിരാകാശ സാഹചര്യങ്ങളിൽ ഒപ്റ്റിമൽ പെർഫോമൻസ് ഉറപ്പാക്കാൻ തെർമോവർക്ക് ഡൈനാമിക് ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കർശന പരിശോധനകൾക്ക് വിധേയമായ ശേഷമാണ് NVS-02 വിക്ഷേപിച്ചിരിക്കുന്നത്. ബഹിരാകാശ പരിവേക്ഷണത്തിൽ ഇന്ത്യയുടെ സാങ്കേതിക കുതിപ്പ് പ്രകടമാക്കുന്ന ഒരു തദ്ദേശീയ ആറ്റോമിക് ക്ലോക്കിന്റെ ആദ്യത്തെ വിക്ഷേപണമാണ് ഈ ദൗത്യത്തിലൂടെ സാധ്യമായിരിക്കുന്നത്. GPS-നുള്ള ഇന്ത്യയുടെ വൻ സംഭാവനയായ NAVIC 7 ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടവും 24x7 പ്രവർത്തനശേഷിയുള്ള ഗ്രൗണ്ട് സ്റ്റേഷനുകളുടെ ശൃംഖലയും ഉപയോഗിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് 2 സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സിവിലിയൻ ഉപയോക്താക്കൾക്കായി സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസ് അഥവാ SPS-ഉം തന്ത്രപ്രധാന ഉപയോക്താക്കൾക്കായി നിയന്ത്രിത സേവനം അഥവാ RS-ഉം ഇത് വാഗ്ദാനം ചെയ്യുന്നു. വരും വർഷങ്ങളിൽ ഇന്ത്യ ആഗോള സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനം വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. 2023 കേന്ദ്ര സർക്കാർ എല്ലാ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളോടും അവരുടെ എല്ലാ ഫോൺ മോഡലുകളും NAVIC-ന് അനുയോജ്യമാക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി. ഇതിനായി ഒരു നിശ്ചിത സമയപരിധി കൽപ്പിച്ചില്ലെങ്കിലും സാംസങ്, ആപ്പിൾ, സയോമി എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ മൊബൈൽ കമ്പനികൾ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുകയും NAVIC-നെ ആ കമ്പനികളുടെ ഹാർഡ്വെയറുകളിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള ISROയുടെ 100ാമത്തെ വിക്ഷേപണത്തിന്റെ അഭിമാന മുഹൂർത്തത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ടു മുൻപ് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്നും സാധ്യമാക്കിയ 99ാമത്തെ വിക്ഷേപണവും ചരിത്രത്തിൽ ഇടം നേടുകയുണ്ടായി. അതിലൂടെയാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണം അഥവാ സ്പാഡെക്സ് സംരംഭം വിജയകരമായി വിക്ഷേപിക്കപ്പെട്ടത്. 2 ബഹിരാകാശ പേടകങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച് തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും വേർതിരിക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ ഡോക്കിംഗ് അതിലൂടെ ഇന്ത്യ സ്വന്തമാക്കി. 1979 ഓഗസ്റ്റ് 10-നാണ് ഇന്ത്യ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന സ്വന്തം റോക്കറ്റ് ഉപയോഗിച്ച് ഒരു ഉപഗ്രഹത്തെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത്. അന്ന് വിക്ഷേപണത്തിന്റെ 317-ാം സെക്കൻഡിൽ ആ ദൗത്യം പരാജയമടഞ്ഞു. പിന്നീട് അങ്ങോട്ട് പരാജയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പടിപടിയായി വിജയപഥം പോകുന്ന ISROയുടെ ദൗത്യങ്ങളുടെ ശ്രേണി തന്നെയാണ് ഉണ്ടായത്. ഇപ്പോഴിതാ ആഗോളതലത്തിൽ ബഹിരാകാശ ദൗത്യങ്ങളിൽ മുൻനിര സ്ഥാനം കൈയടക്കിയ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ചാന്ദ്ര ചൊവ്വ പരിവേക്ഷണങ്ങൾ, മറ്റ് ഗ്രഹാന്തര ദൗത്യങ്ങൾ, ഗതിനിർണയ, ഭൗമനിർണയ, വാർത്താവിനിമയ, ഉപഗ്രഹ ശൃംഖല എന്നിവയിൽ അതിശയകരമായ മുന്നേറ്റം നടത്തുന്ന ഇന്ത്യയുടെ മുന്നിൽ ഇനിയും സ്വപ്നങ്ങൾ ബാക്കിയുണ്ട്.
സ്വന്തമായൊരു ബഹിരാകാശ നിലയം, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ദൗത്യം എന്നിവയെല്ലാം അതിൽ പ്രധാനപ്പെട്ടവയാണ്. വാനോളം ഉയർന്നു നിൽക്കുന്ന ഈ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് രാജ്യം തുടക്കം കുറിച്ചു കഴിഞ്ഞു. വാർത്തയുടെ നിറം തേടി തനി നിറം.